കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ ക്യാപിറ്റൽ മാർക്കറ്റ് MCQ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് പരീക്ഷാ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് അവസാനത്തെ സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന മൊഡ്യൂളിലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടക്കമുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോ ആണിത്. CA ഇന്റർ UGC നെറ്റ് മറ്റ് കേരള PSCയുമായി ബന്ധപ്പെട്ട കൊമേഴ്സ് ക്വസ്റ്റ്യനുകൾ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. അല്ലാത്ത റെലവെന്റ് ക്വസ്റ്റ്യൻസും കാണാം. നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് വിച്ച് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട് ഈസ് കാൾഡ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്താ, മണി മാർക്കറ്റ് എന്താ. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ രണ്ട് ഭാഗങ്ങളാണ്, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ഇതിൽ ഷോർട്ട് ടേം ഫണ്ട് ഡീൽ ചെയ്യുന്നത് മണി മാർക്കറ്റ് ആണ്. ശരിയായ ആൻസർ B ഓപ്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പെടാത്തത് ഏത് എന്നാ ചോദിച്ചത്. ട്രഷറി ബില്ല് ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. കൊമേഴ്സ്യൽ പേപ്പറും CP മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇക്വിറ്റി ഷെയർ ഒരു മണി മാർക്കറ്റ് അല്ല, അത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ശരിയായ ആൻസർ C ഓപ്ഷൻ ആയ ഇക്വിറ്റി ഷെയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാർക്കറ്റ് വേർ ന്യൂ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ഫോർ ഫസ്റ്റ് ടൈം ഈസ് നോൺ ആസ്. ആദ്യമായിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ആ മാർക്കറ്റിനെ എന്താന്നാ പറയാ? ഏത് മാർക്കറ്റിലാണ് ന്യൂ സെക്യൂരിറ്റീസ്, ഫ്രഷ് ഇഷ്യൂ, ന്യൂ ഇഷ്യൂ ചെയ്യുന്നത്? സെക്കൻഡറി മാർക്കറ്റ് ആണോ, പ്രൈമറി മാർക്കറ്റ് ആണോ, മണി മാർക്കറ്റ് ആണോ, ഡെറിവേറ്റീവ് മാർക്കറ്റ് ആണോ? ഇത് ക്ലാസ്സുമായി ബന്ധപ്പെട്ടത് കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് ആൻസർ പറയാവുന്നതേ ഉള്ളൂ. അത് പ്രൈമറി മാർക്കറ്റ് ആണ്. പ്രൈമറി മാർക്കറ്റിൽ ഫ്രഷ് ഇഷ്യൂ ആണ്. സെക്കൻഡറി മാർക്കറ്റ് ആ ഇഷ്യൂ ചെയ്തത് പിന്നീടുള്ള എക്സ്ചേഞ്ച്, പിന്നീടുള്ള ബൈ സെൽ ബിഡ് ആസ്ക് നടക്കുന്ന സ്ഥലമാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന സ്റ്റോക്ക് മാർക്കറ്റ്. മണി മാർക്കറ്റ് ഷോർട്ട് ടേം മാർക്കറ്റ് ആണ്. ഡെറിവേറ്റീവ് മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റുകൾ, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ, ഫോർവേഡ്, സ്വാപ്പ് പോലുള്ള കോൺട്രാക്റ്റുകൾ വിൽക്കുന്ന മാർക്കറ്റ് ആണ്. അതൊരിക്കലും ന്യൂ ഇഷ്യൂ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ മണി മാർക്കറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ. പല പ്രാവശ്യം PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ മണി മാർക്കറ്റ് ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഇതിന് ശരിയായ ആൻസർ RBI ആണ്. മണി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. സെക്കൻഡറി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് SEBI ആണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസോ അല്ല. D ഓപ്ഷൻ ആയ IRDA ആണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി, ഇൻഷുറൻസ് സെക്ടർ റെഗുലേറ്റ് ചെയ്യുന്നത് IRDA ആണ്. ഇവിടെ ശരിയായ ആൻസർ B ഓപ്ഷൻ തന്നെയാണ്. RBI ആണ്. RBI ഇതിൽ ഈ ക്വസ്റ്റ്യന് വേറെ നൽകും ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻസ്ട്രുമെന്റ്സ് ഹാസ് എ മെച്യൂരിറ്റി പീരിയഡ് ലെസ് ദാൻ 1 year. തീർച്ചയായിട്ടും ഒരു വർഷത്തിന് താഴെ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഓപ്ഷൻ ഏതാ താഴെ ചോദിച്ചത്? ബോണ്ട് അല്ല. രണ്ടാമത്തത് പ്രിഫറൻസ് ഷെയറും അല്ല. 3 കൊമേഴ്സ്യൽ പേപ്പർ, നേരത്തെ നമ്മൾ എണ്ണി പറഞ്ഞതാണ്. കൊമേഴ്സ്യൽ പേപ്പർ CP, ഡിബെഞ്ചർ അല്ല. ബോണ്ട്, പ്രിഫറൻസ് ഷെയർ, ഡിബെഞ്ചർ എല്ലാം ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് അല്ല. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു. മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ആ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനുള്ളത്. അതിൽ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് മെയിൻ ആയിട്ട് വരുന്നത്. അവ ഓർഗനൈസ്ഡ് ആവാം, അൺഓർഗനൈസ്ഡ് ആവാം. അതിൽ ഡെപ്റ്റ് മാർക്കറ്റ് ഉണ്ടാവും, ഇക്വിറ്റി മാർക്കറ്റ് ഉണ്ടാവും, ഡെപ്റ്റ് ഇക്വിറ്റി ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓപ്ഷൻസ് എന്താണ്? all of the above ആണ്. എല്ലാം ശരിയാണ്. തന്നിരിക്കുന്നവയിൽ എല്ലാം എന്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്? ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെക്യൂരിറ്റി മാർക്കറ്റ് എന്തിന് എക്സാമ്പിൾ ആണ്? അവിടെ എക്സ്ചേഞ്ച് നടക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രഷ് ഇഷ്യൂ അല്ല. ആൾറെഡി ഇഷ്യൂ ചെയ്തത് എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന സ്റ്റോക്ക് മാർക്കറ്റ്. അതുകൊണ്ട് ഓപ്ഷൻ B ആണ്, സെക്കൻഡറി മാർക്കറ്റ് ആണ് അതിന്റെ ശരിയായ ആൻസർ. പ്രൈമറി മാർക്കറ്റിൽ ഫ്രഷ് ഇഷ്യൂ ആണ്. പിന്നെ IPO പോലുള്ളവർക്ക് പ്രൈമറി മാർക്കറ്റിലാണ് വരിക. മണി മാർക്കറ്റ് ഷോർട്ട് ടേം മാർക്കറ്റ് ആണ്. അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് ഇതിലേതും ആവാം.
നെക്സ്റ്റ് ദ മാർക്കറ്റ് വേർ കറൻസീസ് ആർ ട്രേഡഡ് ഈസ് കാൾഡ്. കറൻസി ട്രേഡിംഗ് മാർക്കറ്റ് ആണ് ഫോറക്സ് മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റും ഫോറക്സ് എന്നും ചുരുക്കിയിട്ട് പറയാറുണ്ട്. മണി മാർക്കറ്റ് അല്ല, ക്യാപിറ്റൽ മാർക്കറ്റ് അല്ല, ഡെറിവേറ്റീവ് മാർക്കറ്റും അല്ല. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന ഫോറക്സ് മാർക്കറ്റ് ആണ് കറൻസീസ് ആർ ട്രേഡഡ്. നെക്സ്റ്റ് ട്രഷറി ബിൽ ആർ ഇഷ്യൂഡ് ബൈ. ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് രണ്ട് ടീം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. RBI ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഉണ്ട്. RBI ശരിക്കും ഒരു മാനേജറാണ്. അത് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യല് RBI ആണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ട്രഷറി ബിൽസിന് T-ബിൽസ് എന്ന് പറയാറുണ്ട്. അത് ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആർക്ക് വേണ്ടിയിട്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ട്രഷറി ബില്ല് 3 വിധത്തിൽ ഉണ്ടാവാറുണ്ട്. അതിന്റെ മെച്യൂരിറ്റി പീരീഡ് 91 ഡേയ്സ്, 182 ഡേയ്സ്, 364 ഡേ. അത്തരം 3 രീതിയിൽ അത് ട്രഷറി ബില്ല് കാണാറുണ്ട്. ട്രഷറി ബില്ല് ഇഷ്യൂഡ് RBI ആണോ ഗവൺമെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രഷറി ബിൽസ് എന്ന T-ബിൽസ് ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. പക്ഷെ RBI ആണ് ഒരു ഇഷ്യൂയിങ് ആൻഡ് മാനേജിങ് അതോറിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത് RBI ആണ്. അപ്പൊ ആരാ ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ആരിലൂടെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇഷ്യൂർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അതിന്റെ മാനേജർ, അതിന്റെ ഫെസിലിറ്റേറ്റർ അത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ C ഓപ്ഷനായ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇത് ഒരു PYQ ആണ്. UGC നെറ്റ് കൊമേഴ്സിന് 2019 ഡിസംബറിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. വിച്ച് among the following provide long term finance? ഏതാണ് ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്? ട്രഷറി ബില്ലാണ്, അത് ഷോർട്ട് ടേം ആണ്. ബോണ്ടുകളാണ്, ഡിബെഞ്ചറും ബോണ്ടുകളും ഒരേ കാറ്റഗറിയിൽപ്പെട്ടാണ്. ഇവ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ്, അത് ലോങ് ടേം ആണ്. കൊമേഴ്സ്യൽ പേപ്പറും കാൽമണി മാർക്കറ്റും ട്രഷറി ബില്ലൊക്കെ, കാൽമണി എല്ലാം ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ റെഗുലേറ്റർ ശരിക്കും ആര് തന്നെയാണ്? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന SEBI ആണ്. RBI മണി മാർക്കറ്റ് റെഗുലേറ്റർ ആണ്, അല്ലെങ്കിൽ മോണിറ്ററി റെഗുലേറ്റർ ആണ്. നെബാർഡ് ഒരു സെക്ടർ വൈസ് ഉള്ള റെഗുലേറ്റർ ആണ്, അതായത് അഗ്രികൾച്ചർ ബാക്ക്വേർഡ് റെഗുലേറ്റർ ആണ്. ഇതിൽ കേരള PSC അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ് ഫിനാൻസ് കോർപ്പറേഷൻ 2016 ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻക്ലൂഡ്സ്. അൺഓർഗനൈസ്ഡ് ആണ്, ഓർഗനൈസ്ഡ് ഉണ്ട്, അൺഓർഗനൈസ്ഡ് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു പാർട്ടും കൂടിയാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നത്. മണി ലെൻഡേഴ്സ്, ഇൻഡിജീനിയസ് ബാങ്ക്സ് ഒക്കെ നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ തന്നെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇൻഡിജീനിയസ് ബാങ്ക്സ് ആൻഡ് മണി ലെൻഡേഴ്സ് ഇവർ അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഭാഗമാണ്. അൺഓർഗനൈസ്ഡ് ആണ്, അതായത് RBIന്റെ കൺട്രോളിലോ പരിധിയിലോ ട്രാക്കിങ്ങിലോ വരാത്ത ടീമാണ് ഈ മണി ലെൻഡേഴ്സ് ആൻഡ് ഇൻഡിജീനിയസ് ബാങ്ക്സ്. NSE ആൻഡ് BSE രണ്ടും ഓർഗനൈസ്ഡ് സെക്ടർ ആണ്. അത് SEBIന്റെ കീഴിൽ വരുന്നതാണ്, SEBIന്റെ റെഗുലേഷനിൽ വരുന്നതാണ്. RBI, SEBI മറ്റ് 2 റെഗുലേറ്റർമാരാണ്. മ്യൂച്വൽ ഫണ്ട് റെഗുലേഷന് വിധേയമായ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ശരിയ ആൻസർ B ഓപ്ഷൻ തന്നെയാണ്. ഇൻഡിജീനിയസ് ബാങ്ക്സ് ആൻഡ് മണി ലെൻഡേഴ്സ് ആർ ദി അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സെക്ടർ ആണ് ഇന്ത്യയിലെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഫിനാൻഷ്യൽ മാർക്കറ്റ് അതിന്റെ സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ കൂട്ടത്തിൽ എന്താണ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ പോയിന്റ് അവിടെ കാണാമായിരുന്നു. മൊബിലൈസേഷൻ ഓഫ് സേവിങ്. ശരിയാണ്, ഫണ്ട് സേവ് ചെയ്യാനുള്ള ഒരു ഇടമാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നത്. ക്യാപിറ്റൽ ഫോർമേഷൻ, ഫണ്ട് വേണ്ടവർക്ക് ഫണ്ട് സ്വരൂപിക്കാൻ, അല്ലെ, ഫണ്ട് എക്സസ് ഉള്ളവരുണ്ട്, ഫണ്ട് ഷോർട്ട് ഉള്ളവരുണ്ട്, 2 കൂട്ടം വരുന്ന സ്ഥലമാണത്. ലിക്വിഡിറ്റി ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞവർക്ക് അത് ക്യാഷ് ആക്കണമെങ്കിൽ മറ്റുള്ള അസറ്റുകളെ പോലെയല്ല, ലാൻഡ് പോലെയല്ല, അതുപോലുള്ള അസറ്റുകളൊക്കെ ആണെങ്കിലും അത് സെല്ല് ചെയ്യണമെങ്കിൽ ക്യാഷ് ആക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അത് ഒത്ത വില കിട്ടണമെന്നില്ല. പക്ഷെ ഇത് റെഡി മാർക്കറ്റ് ആണ്, അത് ലിക്വിഡിറ്റി ആണ് അവിടുത്തെ ഒരു ക്യാരക്ടർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി എബോവ് ആണ് ഇതിന്റെ ആൻസർ. എല്ലാം കൂടെ ഇതിന്റെ ഫംഗ്ഷൻ ആണ് എന്തിന്റെ? ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ. ഫണ്ട് റേസിങ്ങും ക്യാപിറ്റൽ ഫോർമേഷനും ലിക്വിഡിറ്റിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് എ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്? അപ്പൊ തന്നതൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്, അതിലൊന്ന് അതാവില്ല.
നോക്കാം. ഇക്വിറ്റി ഷെയർ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഡെപ്റ്റിൽപ്പെട്ട ബോണ്ട് വേറൊരു ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഡിബെഞ്ചറും ബോണ്ടും രണ്ട് ചെറിയ വ്യത്യാസമുള്ളൂ. രണ്ടും ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റി ആണെങ്കിലും ഡിബെഞ്ചറുകൾ കോർപ്പറേറ്റുകളാണ് ഇഷ്യൂ ചെയ്യാം, ബോണ്ടുകൾ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് സെക്യൂർ ഏതായിരിക്കും? ബോണ്ട് ആയിരിക്കും. റിസ്ക് കുറച്ച് കൂടുതലായിരിക്കും ഡിബെഞ്ചറിന്, കാരണം കോർപ്പറേറ്റ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട്. പിന്നെ അത് ട്രഷറി ബില്ലാണ് ഇവിടുത്തെ ശരിയായ ആൻസർ. അത് ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. എയും ബിയും സിയും എല്ലാം എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുമാണ്. ശരി ആൻസർ ഡി ഓപ്ഷൻ ആണ്. ഡെറിവേറ്റീവ് മാർക്കറ്റ് ഡീൽസ് വിത്ത്. ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്താണ് കൈകാര്യം ചെയ്യുന്നത്? ഡെറിവേറ്റീവ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ കോൺട്രാക്റ്റുകളാണ് സെല്ല് ചെയ്യുക. ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണോ? അല്ല. ഓണർഷിപ്പ് ഇൻസ്ട്രുമെന്റ് ആണോ? അത് ശരിക്കും ഇക്വിറ്റി ആണ്, അതുമല്ല. റിസ്ക് മാനേജ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആണ്. റിസ്ക് മാനേജ്മെന്റ് ഇൻസ്ട്രുമെന്റുകളായ ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്പ് പോലുള്ള ഫോർവേഡ് പോലുള്ള കോൺട്രാക്റ്റുകളാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഡീൽ ചെയ്യുക. ഇവയൊക്കെ റിസ്ക് കവറിംഗ് ടെക്നിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടും സ്പെക്കുലേഷന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പ്ലേയേഴ്സ് വരും. നെക്സ്റ്റ് പിന്നെ ഒന്നുള്ളത് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് നേരത്തെ പറഞ്ഞു ഫോറക്സ് ആണ്. ഫോറക്സ് എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്, കറൻസി എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പണ്ടൊരു സെറ്റ് എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു. IPO സ്റ്റാൻഡ്സ് ഫോർ ഇനീഷ്യൽ പബ്ലിക് ഓഫർ, ഇനീഷ്യൽ പ്രൈവറ്റ് ഓഫർ, ഇൻവെസ്റ്റ്മെന്റ് പബ്ലിക് ഓപ്ഷൻ, ഇനീഷ്യൽ പബ്ലിക് ഓഫർ, ഇനീഷ്യൽ പ്രൈവറ്റ് ഓഫർ എന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ IPO എന്ന് പറഞ്ഞാൽ കൃത്യമായ IPOന്റെ ഫുൾ ഫോം എന്നത് ശരിക്കും ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്. ING ലാസ്റ്റ് വരിക. അങ്ങനെ തന്നെ വരണം, കാരണം മുമ്പത്തെ എക്സാം ചോദിച്ചപ്പോൾ ഓഫറും ഓഫറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതല്ലാതെ ഇതുപോലെ പ്രൈവറ്റ് പബ്ലിക് എന്നല്ല. കറക്റ്റ് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്സ് തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ഫുൾ ഫോം. ഇതിൽ തന്ന പോലെയല്ല. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ING ലാസ്റ്റ് വരിക. IPOനെ കുറിച്ച് തന്നെ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഭാഗമായിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് കമ്പനികൾ ഷെയർ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ഓഫർ ചെയ്യുന്നതിനെയാണ് ഇനീഷ്യൽ ഫസ്റ്റ് ടൈം പബ്ലിക് ഓഫറിംഗ് എന്ന് പറയാം, IPO എന്ന് പറയാം. അതിനുശേഷം പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനി ആയിട്ട് അവ മാറും. ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ NSE, BSE പോലുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളിൽ എൻറോൾ ചെയ്ത കമ്പനിയാണ്. അവിടുന്ന് അവരുടെ ഷെയർ എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങാനും വിൽക്കാനും പറ്റും. ഇപ്പൊ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്സ് ആണ് ഫുൾ ഫോം. പർപ്പസ് എന്ന് ചോദിച്ചാൽ ടു റൈസ് ഫണ്ട് ബൈ സെല്ലിംഗ് ഷെയർ ടു ദി പബ്ലിക്. കമ്പനികൾക്ക് ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ്. ശരിക്കും സെബി ആണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് IPO ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. IPOന്റെ സമയത്ത് ഇതെന്താവും? പ്രൈമറി മാർക്കറ്റ് ആവും. IPOയുടെ ഷെയർ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വന്നിട്ട് തൊട്ടടുത്ത ദിവസം അത് മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അതെന്തായി മാറി? അവിടെ പിന്നെ വിൽക്കലും വാങ്ങലുമാണ്. അത് എന്തായി? മാർക്കറ്റ് മാറി, സെക്കൻഡറി മാർക്കറ്റ് എന്ന സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ട് മാറും IPOക്ക് ശേഷം. അപ്പൊ IPOന്റെ പ്രോസസ് നടക്കൽ പ്രൈമറി മാർക്കറ്റിലുമാണ്. CA ഇന്റർ 2020 മെയ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് IPOന്റെ ഈ ഫുൾ ഫോം. പല ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. വിച്ച് മാർക്കറ്റ് ഹെൽപ്സ് ഇൻ പ്രൈവറ്റ് ഡിസ്കവറി ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്? പ്രൈസ് ഡിസ്കവറി ആണ്, വായിച്ചത് മാറി. പ്രൈസ് ഡിസ്കവറി എന്ന് പറയുമ്പോൾ പ്രൈസ് എന്ത് ചെയ്യാണ്? ഫോം ചെയ്യാണ്. അപ്പൊ ഏത് മാർക്കറ്റിലാണ് പ്രൈസ് ഫോർമേഷൻ, ഡിമാൻഡ് സപ്ലൈ മെക്കാനിസത്തിലൂടെ പ്രൈസ് ഫോർമേഷൻ സാധ്യമാക്കുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്, ശരിയാണ്. മണി മാർക്കറ്റും അത് ശരിയാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പറഞ്ഞ മാർക്കറ്റ് ആണ്. അതുകൊണ്ട് ആൾ ഓഫ് ദി എബവ് ആണ് എന്ത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് CDR ഇഷ്യൂഡ് ബൈ. ആരാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യാം? CDയും CPയും പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഒന്ന് സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ആണ്, ഒന്ന് കൊമേഴ്സ്യൽ പേപ്പർ ആണ്. ഇതിന്റെ ക്യാരക്ടർ ഒക്കെ ഒന്നെങ്കിലും പക്ഷെ രണ്ടിന്റെയും ഇഷ്യൂർ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ റിസ്കിൽ മാറ്റമുണ്ട്, നാച്ചുറൽ മാറ്റമുണ്ട്. മെച്യൂരിറ്റി പീരീഡും ഡിനോമിനേഷനും ഒക്കെ സെയിം ആയിരിക്കാം, പക്ഷെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായില്ല. ജസ്റ്റ് CP എന്ന് പറഞ്ഞു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് CD എന്നത് ഇഷ്യൂ ചെയ്യല് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. NABARD, SIDBI പോലുള്ള കൊമേഴ്സ്യൽ ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുക. കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർ മാറ്റമുണ്ട്. അത് ലാർജ് കോർപ്പറേഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രൈവറ്റ് ഡീലേഴ്സ്. നേരത്തേക്കാൾ മാറ്റമുണ്ട്. എന്താ മാറ്റം? ഇത് പ്രൈവറ്റ് ആണ്, കോർപ്പറേറ്റുകളാണ്. നേരത്തെ ബാങ്കുകളാണ്. അതുകൊണ്ട് റിസ്ക് കൂടുതൽ ഇതിനായിരിക്കും, കൊമേഴ്സ്യൽ പേപ്പറിനായിരിക്കും. കാരണം
ആദ്യത്തത് CD സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയതുകൊണ്ട് ബാക്കപ്പ് ബാങ്ക് ആയതുകൊണ്ട് നബാർഡ് സിബി പോലുള്ള ആയതുകൊണ്ട് കമ്പാരിറ്റീവ് റിസ്ക് കുറവായിരിക്കും CP അപേക്ഷിച്ച് CDക്ക്. CPയെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് ഡീലേഴ്സോ ലാർജ് കോർപ്പറേറ്റുകളോ ഒക്കെയാണ് ഇഷ്യൂ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ട്, കുറച്ച് റിസ്ക് എലമെന്റ് ഉണ്ട്. രണ്ടിന്റെയും റെഗുലേറ്റർ RBI തന്നെയാണ്, കാരണം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണല്ലോ. നാച്ചർ പറയുകയാണെങ്കിൽ എന്താണ് ഡിമെറ്റലിസ്റ്റ് ഫോം അല്ലെങ്കിൽ യുസെൻസ് പ്രോമിസറി നോട്ട് എന്ന കാറ്റഗറിയിലാണ് CD വരിക. CPക്ക് റിസ്ക് കൂടുതലാണ് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ എന്താണ് അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ് എന്ത് CP. ആദ്യത്തത് അൺസെക്യൂർഡ് അല്ല, യുസെൻസ് പ്രോമിസറി നോട്ടാണ്. രണ്ടാമത്തത് പ്രോമിസറി നോട്ടുമാണ്, അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ്. അപ്പോൾ CP എപ്പോഴും എന്തായിരിക്കും, അൺസെക്യൂർഡ് ആയിരിക്കും. അത് വെച്ചിട്ട് പല ക്വസ്റ്റ്യൻ കാണാറുണ്ട്, ഏതാണ് അൺസെക്യൂർഡ്, CP ആണോ CD ആണോ. രണ്ടിന്റെയും മെച്യൂരിറ്റി പീരീഡ് മിനിമം 7 ദിവസം മുതൽ 1 വർഷം വരെയാണ് മെച്യൂരിറ്റി പീരീഡ്. അതുകൊണ്ടാണ് ഇതിനെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ബിലോ 1 ഇയർ ആയതുകൊണ്ടാണ് പറയുന്നത്. ഡിനോമിനേഷൻ രണ്ടും ഇപ്പൊ നിലവിൽ 5 lakh ആണ്. പഴയ ബുക്കൊക്കെ വായിക്കുന്നവർക്ക് അതിൽ 1 lakh ആയിരിക്കും കാണാൻ പറ്റുക. രണ്ടും എന്താണ് 5 ലക്ഷമോ അതിന്റെ ഗുണിതങ്ങളോ ആണ് ഇതിന് ഡിനോമിനേഷൻ ആയിട്ട് വരിക. റിസ്ക് എലമെന്റ് കമ്പാരിറ്റീവ്ലി CDക്ക് ലോ ആണ്, CPക്ക് എന്താണ് ഹൈ റിസ്ക് ആണ് CDയുമായി കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അത് പ്രൈവറ്റ് കോർപ്പറേറ്റുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ CDയിൽ ഇൻഡിവിജ്വൽ കോർപ്പറേറ്റുകൾ ട്രസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ CPയെ സംബന്ധിച്ചോളം മ്യൂച്വൽ ഫണ്ടുകളും ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും കോർപ്പറേറ്റുകളും ഒക്കെയാണ് വരിക. പിന്നെ രണ്ടും സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡബിൾ ആണ്. രണ്ടും എന്താണ് സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ CD ഇഷ്യൂഡ് ബൈ ആരാണ്, ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. CP ഇഷ്യൂഡ് ബൈ കോർപ്പറേറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസ്. ഇവിടെ ഒരു ടേം ഉപയോഗിച്ചിരുന്നു, അൺസെക്യൂർഡ് യുസെൻസ് പ്രോമിസറി. CD യുസെൻസ് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞു, CP കൊമേഴ്സ്യൽ പേപ്പർ അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞു. എന്താണ് ഇത് അർത്ഥമാക്കുന്നത് ചോദിച്ചാൽ, യുസെൻസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് മെച്യൂരിറ്റി പീരീഡ് അതിനുണ്ട്, 3 months 6 months 1 year എന്ന് പറഞ്ഞിട്ട്. അതിന് പുറമെ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ആരാണ് ഇഷ്യൂ ചെയ്യല്, ബാങ്ക് ആണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ ബാക്ക്ഡ് ബൈ ഇഷ്യൂയിങ് ബാങ്ക്സ് ക്രെഡിബിലിറ്റി. ഇപ്പോൾ ഒരു IDBI ആണോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നബാർഡ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് ആ ബാങ്കിന്റെ ഒരു ക്രെഡിബിലിറ്റി അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ലോ റിസ്ക് ആണ്. അത്തരം സെക്യൂരിറ്റീസിനാണ് യുസെൻസ് പ്രോമിസറി നോട്ട് എന്ന് പറയാം. CP തികച്ചും അൺസെക്യൂർഡ് ആണ്, കാരണം അതെന്താണ് നോട്ട് ബാക്ക്ഡ് ബൈ കൊളാട്രൽ. അത് ജസ്റ്റ് ആര് ഇഷ്യൂ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, കോർപ്പറേറ്റ് ഇഷ്യൂ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ ആ റിസ്ക് എലമെന്റ് അവിടെ ഉണ്ട്. ആ സ്ഥാപനം അവിടെ ഇല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ എന്തില്ല കൊമേഴ്സ്യൽ പേപ്പർ അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. മാത്രമല്ല കോർപ്പറേറ്റുകളാണ്, പ്രൈവറ്റ് ടീമുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ഇഷ്യൂവേഴ്സിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി റിസ്ക് ഹൈ ആണ് CPക്ക്. അപ്പോൾ ഇതാണ് യുസെൻസ് പ്രോമിസറി നോട്ട് എന്ന് പറയാനുള്ള ഒരു കാരണം കൂടെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി മാർക്കറ്റ് ട്രാൻസാക്ഷൻ? സെക്കൻഡറി മാർക്കറ്റ് ട്രാൻസാക്ഷൻ എക്സാമ്പിൾ എന്താണ്? കമ്പനി ഇഷ്യൂ ഫ്രഷ് ഇക്വിറ്റി ഷെയർ പ്രൈമറി മാർക്കറ്റിന് എക്സാമ്പിൾ ആണ്. ഇൻവെസ്റ്റേഴ്സ് സെല്ലിംഗ് ഷെയർ ഓൺ NSE BSEയിലൊക്കെ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി മാർക്കറ്റിലെ ട്രാൻസാക്ഷൻ ആണ്, അത് സെക്കൻഡറി മാർക്കറ്റ് ആണ്. കമ്പനി ഇഷ്യൂ ഡിബെഞ്ചർ ടു പബ്ലിക്, അത് എന്തല്ല സെക്കൻഡറി മാർക്കറ്റ് അല്ല, ഡയറക്റ്റ് ഫസ്റ്റ് ഇഷ്യൂ ആണ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്, പബ്ലിക് അല്ല. പബ്ലിക്കിനും ഇല്ലാന്ന് മാത്രമല്ല, കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രൈവറ്റ് പാർട്ടീസിന് ചുരുക്കം ചില ആളുകൾക്ക് മാത്രം ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയാം. അതൊന്നല്ല സെക്കൻഡറി മാർക്കറ്റ് ട്രാൻസാക്ഷൻ അല്ല. പിന്നെ അപ്പോൾ ഇവിടെ ശരി ആൻസർ ഇൻവെസ്റ്റേഴ്സ് ഇഷ്യൂയിങ് ഷെയർസ് ഓൺ NSE. നെക്സ്റ്റ്, മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റ് ഇൻ. മ്യൂച്വൽ ഫണ്ട് ശരിക്കും എവിടെ വരിക? പ്രൈമറി മാർക്കറ്റിലാണോ, സെക്കൻഡറി മാർക്കറ്റ് മാത്രമാണോ, ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് ആണോ, അൺഓഗസ്റ്റ് മാർക്കറ്റ് ആണോ? ഇവിടെ ശരിക്കും അതിന്റെ ആൻസർ വരിക പ്രൈമറി സെക്കൻഡറി മാർക്കറ്റ് രണ്ടും എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധമുണ്ട്. അതായത് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പ്രൈമറി മാർക്കറ്റായി കൺസിഡർ ചെയ്യാം? കാരണം മ്യൂച്വൽ ഫണ്ട് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ, ന്യൂ ഇഷ്യൂ ചെയ്യുമ്പോൾ അതെന്താണ് പ്രൈമറി മാർക്കറ്റിലാണ് വരിക. എന്ന് പറയുമ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് സ്കീം NFO ന്യൂ ഫണ്ട് ഓഫർ ഉണ്ടാവും അല്ലെ, ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഓഫർ. പിന്നെ ഇത്തരം യൂണിറ്റ്സുകൾ ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് ഹൗസിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ അതിനെ പ്രൈമറി മാർക്കറ്റ് എന്നാ പറയാം.
ജസ്റ്റ് ലൈക്ക് നമ്മൾ IPO പറഞ്ഞ പോലെ തന്നെ ഒരു ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് ഇഷ്യൂർ ഉണ്ടാവും. ഇഷ്യൂർ കഴിഞ്ഞ് നേരിട്ട് എന്ത് ചെയ്യാണ്, അപ്ലൈ ചെയ്ത് വാങ്ങാണ്. അപ്പോൾ അത് പ്രൈമറി മാർക്കറ്റിന് സിമിലർ ആണ്. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് ഒരു ഭാഗം എന്തായിരിക്കും, പ്രൈമറി മാർക്കറ്റ് ആയിരിക്കും. ഇനി എങ്ങനെയാണ് സെക്കൻഡറി മാർക്കറ്റായിട്ട് മ്യൂച്വൽ ഫണ്ട് കോൺടാക്ട് ചെയ്യുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ ചില മ്യൂച്വൽ ഫണ്ടുകൾ ക്ലോസ് എൻഡഡ് സ്കീംസ് ഉണ്ടാവും. ക്ലോസ് എൻഡഡ് സ്കീംസ്, ഓപ്പൺ എൻഡ് സ്കീംസ് ഒക്കെ ഉണ്ട് മ്യൂച്വൽ ഫണ്ടിൽ. അതിൽ ക്ലോസ് എൻഡ് സ്കീം എന്ന് പറഞ്ഞാൽ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താ പറയാ, ബൈ സെൽ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ആണ്, മ്യൂച്വൽ ഫണ്ടാണ്. അതിനെ ETF, ഇലക്ട്രോണിക് ട്രേഡഡ് ഫണ്ട്, ഇലക്ട്രോണിക് ട്രേഡ് ഫണ്ട് എന്ന ചുരുക്കപ്പേരിൽ ETF എന്നും പറയാറുണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അത്തരം ഫണ്ടുകൾ. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് വേണമെങ്കിൽ ഷെയർ വാങ്ങുന്ന പോലെ തന്നെ ബൈ സെല്ല്, ഇത്ര യൂണിറ്റ്സുകൾ എന്ന് പറയാം, ഷെയർ അല്ല, യൂണിറ്റ് എന്ന് അതിന് പറയാം. മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റുകൾ വാങ്ങാനും വിൽക്കാനും പറ്റും സ്റ്റോക്ക് മാർക്കറ്റിൽ. ആ രീതിയിൽ ഇതെന്താണ്, സെക്കൻഡറി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രൈമറി മാർക്കറ്റിൽ എന്ന് പറയാൻ ഇൻവെസ്റ്റേഴ്സ് ബൈ ഡയറക്റ്റ് ഫണ്ട് ഹൗസ് എന്ന് മ്യൂച്വൽ ഫണ്ട് NFO ഒക്കെ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ, സെക്കൻഡറി മാർക്കറ്റ് എപ്പോൾ പറയും, അത് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങി വിൽക്കുമ്പോൾ അത് സെക്കൻഡറി മാർക്കറ്റിന്റെ ഭാഗമാണെന്ന് പറയും. അതുകൊണ്ട് C ഓപ്ഷൻ ആണ്, ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് ആണ് ഇവിടുത്തെ ശരി ആൻസർ. കൊമേഴ്സ്യൽ പേപ്പർ CP ഈസ് CP എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, അത് ലോങ് ടേം ഒരിക്കലും അല്ല. പിന്നെ അത് അൺസെക്യൂർഡ് ആയിരിക്കാം, പക്ഷെ ലോങ് ടേം അല്ലല്ലോ. B ഷോർട്ട് ടേം ആണ്, ശരിയാണ്. അൺസെക്യൂർഡും ആണ്, അതും ശരിയാണ്. ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് അല്ല, ഫോറിൻ എക്സ്ചേഞ്ച് ഇൻസ്ട്രുമെന്റും അല്ല. അപ്പൊ ഇവിടുത്തെ ശരിയായ ആൻസർ ഷോർട്ട് ടേം ആണ്, അൺസെക്യൂർഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിൽ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിൽ നല്ല, ഏഷ്യയിൽ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് 1875. ക്വസ്റ്റ്യനിൽ തന്ന അഹമ്മദാബാദ് അല്ല, B ഓപ്ഷൻ ആണ്, മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അല്ലെങ്കിൽ അതിന് BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന പേരിൽ 1875 അത് സ്ഥാപിതമാകുന്നു. മുംബൈയിൽ ആണ് അതിന്റെ ലൊക്കേഷൻ വരിക. ദലാൽ സ്ട്രീറ്റ് എന്നൊക്കെ പറയാറുണ്ട് കറക്റ്റ് ലൊക്കേഷന്. അത് ഇന്ത്യയിൽ നല്ല ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, ഏഷ്യയിൽ തന്നെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1957 എന്ത് ചെയ്യുന്നത്, BSE become ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു ബി റെക്കഗ്നൈസ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 57 സർക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അന്ന് SEBI ആക്ട് ഇല്ല, സെക്യൂരിറ്റി കോൺട്രാക്ട് ആക്ട് ഉള്ളത്. SC സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് എന്ന് പറയും, സെക്യൂരിറ്റി കോൺട്രാക്ട് ആക്ടും പറയും. അന്ന് SEBIക്ക് മുമ്പ് ഇത് കൈകാര്യം ചെയ്തിരുന്ന, റെഗുലേറ്റ് ചെയ്തിരുന്ന ആക്ടാണ് സെക്യൂരിറ്റി കോൺട്രാക്ട് ആക്ട്. അതിന്റെ കീഴിൽ ഉണ്ടായിരുന്ന അന്ന്. ചുരുക്കി പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE 1875 എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ ആൻസർ പ്രകാരം അതല്ല ശരി, തെറ്റായ ആൻസർ ആണ്. B ഓപ്ഷൻ ആണ് ശരി. വിച്ച് ബോഡി റെഗുലേറ്റ്സ് ഫോറക്സ് മാർക്കറ്റ് ഇന്ത്യ? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യൽ ആരായിരിക്കും? അത് RBI ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് അല്ലേ, തീർച്ചയായിട്ടും സെബിന്റെ പരിധിയിൽ വരില്ല. മിനിസ്റ്റർ ഓഫ് ഫിനാൻസും അല്ല, എക്സിം ബാങ്കും അല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത് എന്ത് ചെയ്യുന്നത്, ഫോറക്സ് മാർക്കറ്റിനെ, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ, ഫോറിൻ കറൻസി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. വിച്ച് അമംഗ് ദി ഫോളോയിങ് നോട്ട് എ റോൾ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ റോളിൽ പെടാത്തത് ഏതാ? ക്യാപിറ്റൽ ഫോർമേഷൻ അതിൽ പെട്ടതാണ്, പ്രൊവൈഡ് ലിക്വിഡിറ്റി അതിന്റെ ഭാഗമാണ്, ക്യാരക്ടറാണ്, ഇൻക്രീസിങ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരു ബന്ധമല്ലതുമായിട്ട്, റിസ്ക് ഷെയറിങ്ങും ഇവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ പാർട്ടാണ്, ഡെറിവേറ്റീവ്സിലൂടെയൊക്കെ. അപ്പൊ ശരി ആൻസർ C ഓപ്ഷൻ തന്നെയാണ്, ഇൻക്രീസിങ് ഫിസിക്കൽ ഡെഫിസിറ്റ്. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ, ദ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ ഗവൺമെന്റ് പ്രൊജക്ട്സ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം. ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ ഗവൺമെന്റ്, സർക്കാരിന് ലോങ് ടേം സോഴ്സ് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്ന എവിടുന്നാണ്? ട്രഷറി ബില്ലിൽ നിന്ന് കഴിയില്ല, കാരണം ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ് ആണ്. അത് മാത്രമല്ല 91 ഡേയ്സ് 182 ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ് 364 ദിവസം, അത് 3 കാലാവധിയുള്ള ബില്ലും കൂടിയാണ് T ബില്ലുകൾ. ഗവൺമെന്റ് ബോണ്ട് ശരിയാണ്, സർക്കാരിന് ബോണ്ട് ഇറക്കിയാൽ മതി. ലോങ് ടേം ബോണ്ട് വെച്ചിട്ട് സർക്കാരിന് എന്ത് ചെയ്യാം, ലോങ് ടേം സോഴ്സ് ഫിനാൻസ് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. കൊമേഴ്സ്യൽ പേപ്പർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്, ഷോർട്ട് ടേം ആണ്. കാൾ മണി മാർക്കറ്റും ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ് ആണ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ബൈ. എന്തിനാണ് ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റീസ് എന്ന് പറയാം? പ്രൈവറ്റ് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നതിനല്ല, ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ ചുരുക്കി പറയുന്ന പേരാണ്, ഒരു ടേം ആണ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറയാം. കോർപ്പറേറ്റുകളല്ല, അത് ഡിബഞ്ചറുകളാണ്. NBFC അല്ല, അത്
ഒരിക്കലും അതിനൊന്നും എന്ത് പറയില്ല, ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റീസ് എന്ന് പറയില്ല. ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് ബി ഓപ്ഷനായ ഗവൺമെന്റ് ആണ്. മാത്രമല്ല UGC നെറ്റ് കൊമേഴ്സ് 2018 ജൂണിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഇത്രയും ക്വസ്റ്റ്യനാണ് നമ്മൾ പാർട്ടിൽ നിന്ന് ക്യാപിറ്റൽ മാർക്കറ്റിലെ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്.